മക്കളെ +1 ഫിസിക്സ് ചാപ്റ്റർ 2 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ മൂന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ b = u + at, s = ut + half at² ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയ s = ut + half at² പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് പഠിക്കാവൂ, കാരണം അതിന്റെ ബാലൻസ് ആണിത്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഉപയോഗിച്ച പല സ്റ്റെപ്പുകളും ഇവിടെ ആവശ്യമുണ്ട്, കാണിക്കാം. നമുക്കത് ആദ്യം അതിന്റെ ഇക്വേഷൻസ് നമുക്ക് കൊണ്ടുവരാം. നമ്മൾ അവിടെ ആദ്യം പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് സിമ്പൽ എസ് ആണ്. ഏരിയ ഇവിടെ ഏതൊക്കെ ഏരിയ ഉണ്ട്? ഇവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ട്, ഒരു ട്രയാംഗിൾ ഉണ്ട്. അപ്പോൾ റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് u ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് t ആണ്. പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. അപ്പൊ ഹാഫ് b എന്ന് പറയുന്നത് ഇതാണ് ടൈം. അപ്പൊ t എഴുതുക. h എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. b - u, u ഇനിഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി. ആ ഡിഫറൻസ് ആണ് b - u ആണ് ഹൈറ്റ് h. അപ്പൊ നമുക്കിവിടെ h ന് പകരം നമുക്ക് b - u എന്ന് ഇടാം. അപ്പൊ s is equal to ut plus half t. ഇത്ര എഴുതി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ ഓഫ് മോഷനിൽ ഡിറൈവ് ചെയ്തത് b - u ന് പകരം നമ്മൾ at ഇട്ടു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹാഫ് ടി കൊണ്ട് ഇതിനെ ഓരോ ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാഫ് ടി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ടി ഇൻറ്റു ബി മൈനസ് ഹാഫ് ടി ഇൻറ്റു യു ഇങ്ങനെ വരും. ഇനി s is equal to നമുക്കറിയാം 1 - half എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഒന്നിൽ നിന്ന് അര പോയാൽ അരയല്ലേ? അപ്പൊ 1 - half എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ഇത് നോക്ക്, ഒരു ഫുൾ ut, അതിൽ നിന്ന് ഒരു ഹാഫ് ut പുറത്തു പോകുന്നു. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് ut കിട്ടും. അപ്പൊ ut മൈനസ് ഹാഫ് ut എന്ന് പറയുന്നത് ut ഹാഫ് ut ആണ്. പ്ലസ് ഹാഫ് TB എന്നോ അല്ലെങ്കിൽ തിരിച്ച് BT എന്നോ എഴുതാം. നമുക്ക് സൗകര്യമായിട്ട് BT എന്ന് എഴുതാം. ഇത് നോക്കൂ, s is equal to ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ u ഉണ്ട്, ഇവിടെ b ഉണ്ട്, പ്ലസ് ആണ്. അപ്പൊ ഇവിടെ u + b എന്ന് എഴുതാം. ഈ t എങ്ങോട്ട് പോയി? ഇവിടെയും t ഉണ്ട്, ഇവിടെയും t ഉണ്ട്. അപ്പൊ t കോമൺ ഫാക്ടർ ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ എങ്ങനെ കിട്ടി? s is equal to u + b by 2 into t എന്ന് വന്നു. നമുക്കിനി t യുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ v is equal to u + at എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ഇവിടുന്ന് ഈ u എടുത്ത് ഇപ്പുറത്തിട്ടെ. അപ്പോൾ b - u is equal to at എന്ന് വരും. ഇവിടുന്ന് t കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2യുടെ കൂടെ വരുന്ന a ആക്സലറേഷൻ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പൊ t എന്ന് പറഞ്ഞാൽ എന്ത് വരും? b - u ഡിവൈഡ് ബൈ a എന്ന് പറയും. അപ്പൊ t is equal എന്ത് വന്നു? b - u by a എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ടിക്ക് പകരം ഈ വാല്യൂ എടുത്തിട്ടാലോ? അപ്പൊ s is equal to u + b by 2 into ഈ ടിക്ക് പകരം b - u by a എന്ന് വരും. ഇത് നോക്കൂ, s is equal to താഴെ ഡിനോമിനേറ്റർ വരുന്ന ആരാണ്? 2 ഉണ്ട്, a ഉണ്ട്. അപ്പൊ നമുക്ക് ചേർത്തങ്ങ് എഴുതാം 2a. അപ്പോൾ മുകളിൽ വരുന്ന ആരാണ്? u + b into b - u എന്ന് വരും. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, a + b into a - b എന്ന് പറഞ്ഞ എന്താണ്? a² - b². അപ്പൊ a² - b² എക്സ്പാൻഷൻ ആണ് a + b into a - b. അതേ എക്സ്പാൻഷൻ കിടക്കുവാണ് ഇവിടെ, u + b into v - u. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? s is equal to ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ a + b into a - b എന്ന് പറയുന്നത് a² - b² അല്ലേ? അതുപോലെ ഇവിടെ u + b into b - u എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? b² - u² എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 2a എന്ന് വരും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഈ s നെ 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2as എന്ന് വരും. is equal to b² - u². നമുക്ക് ഇനി ഇത് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് b² = എന്നാ. അപ്പൊ b² = എന്ന് പറയുമ്പോൾ
ഈ മൈനസ് യു സ്ക്വയർ ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പൊ എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ യുവിന് പകരം b0 ഇടാം, എസിന് പകരം എക്സ് ഇടാം. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരും? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു b0 സ്ക്വയർ പ്ലസ് 2ax ഇങ്ങനെയും വരാം. ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ബി ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടാമത്തെ എന്താണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ എന്താണ്? ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭംഗിയായി പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.